എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അജാസ് വീട്ടിലേക്ക് പോകണം. അപ്പൊ അജാസ് പോകുന്ന സമയത്ത് അജാസിന്റെ കയ്യില് അപർണികയുടെ തലയിലിട്ടിരുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. കാരണം അജാസ് അതാ ക്ലിപ്പ് എടുത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞ സമയത്താണ് വഴിയിൽ SI നിൽക്കുന്നുണ്ട്. പിന്നീട് കൈ കാണിച്ച് വണ്ടി നിർത്തുകയാണ്. അജാസ് നിർത്തി കഴിയുമ്പോൾ എന്താ സാറെന്ന് ചോദിക്കുകയാണ്. ഡോറ് തുറക്കാൻ പറയണം. അങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും SI കാരണത്തിൽ കയറി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയണം. എന്താ സാറേന്ന് നിൽക്കും, അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാന്ന് പറയണം. അപ്പോഴാണ് SI അജാസിന്റെ കയ്യിലിരിക്കുന്ന ആ ക്ലിപ്പ് കണ്ടത്. പെട്ടെന്ന് അത് വാങ്ങിച്ചൊന്ന് നോക്കി, എന്നിട്ട് അങ്ങ് തിരിച്ചു കൊടുത്തു. അജാസ് ഭയമൊന്നുമില്ല. അജാസ് അതുപോലെ തന്നെ കാർ ഓടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുവാണ്. ഈ സമയത്ത് ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടെ ഒരു റെസ്റ്റോറന്റ് വെച്ച് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. രഞ്ജുവാണ് സംസാര വിഷയം. പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ഓർത്തിട്ട്. ഗോവിന്ദ് പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ അവൾ ഒരു കാരണവശാലും പ്രഗ്നന്റ് ആവലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് കൂനുമേ കുരു എന്നും പറഞ്ഞ് ഇതും കൂടെ വന്നിരിക്കുന്നത്. ഗീത പറഞ്ഞു, ഇനിയിപ്പോ വന്നതിന്റെ ബാക്കി നോക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ, നമ്മൾ അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറയണം. വിജയലക്ഷ്മി പറഞ്ഞു, അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഈ സമയത്ത് ഞാൻ കച്ചേരി ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പോയിക്കോളാനാ പറയണേ. ഞാൻ എങ്ങനെ പോകാനാന്ന് പറ. അവളെ ഒരു സെക്കൻഡ് പോലും ഇട്ടിട്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അവളുടെ കണ്ടീഷനെ കുറിച്ചൊക്കെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ എപ്പോഴും അവളുടെ അടുത്ത ആള് വേണമെന്നൊക്കെ. അപ്പൊ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അത് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഇതിനൊരു സൊല്യൂഷൻ മാത്രമേ ബാക്കിയുള്ളൂ, അവളെ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ആ അത് കൊള്ളാം, അത് നല്ല ഐഡിയ എന്ന് പറയണം. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, അത് ശരിയാകുമോ? കാരണം അല്ല, അത് ശരിയാകുമോ? കാരണം അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് രാധികാമ്മയ്ക്ക് ഇഷ്ടപ്പെടുക. രാധികാമ്മ ഒരിക്കലും അത് തന്നെ എതിർക്കത്തുള്ളൂ, ഒരിക്കലും അവളെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദ് പറഞ്ഞു, രാധികാമ്മ എന്ത് വേണം പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അല്ലേ തന്നെ രാധികാമ്മ എതിർക്കേണ്ട കാര്യം എന്താ? മുമ്പ് എന്റെ പെങ്ങളാന്ന് അറിയത്തില്ല ആ സമയത്ത് തന്നെ എന്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞ് അവളെ കൊണ്ട് അവിടെ നിർത്തിയിരുന്ന ഞാൻ. ഇനിയിപ്പൊ കൂടുതൽ സൗകര്യമായി കാര്യങ്ങൾ. എന്റെ അനിയത്തി അവളെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അതിൻ്റെതായ പരിഗണന വീട്ടിലുള്ള എല്ലാവരും അവർക്ക് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. നമുക്ക് അവളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഗീതു എന്ന് പറയണം. ഗീതുവിനും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ സമയത്ത് അപ്പുറത്തൊരു ക്യാബിനുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് രാധികാമ്മ അനാർക്കലിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനാർക്കലി രാധികയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് പണം തരണമെന്ന് പറയാം. അനാർക്കലി, നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെ എങ്ങനെ ശരിയാവുന്നേ? എന്റെ ഈ പണമില്ലെന്നുള്ള കാര്യം നിനക്കറിയാലോ. എന്റെ അവസ്ഥ ഇപ്പൊ വളരെ പരിതാപകരം. ദേ, എനിക്ക് എവിടെ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് അറിയില്ല എന്ന് പറയാം. ഓ, ഇത്രയും കോടികളുള്ള ആസ്തികളുള്ള രാധയ്ക്ക് പണത്തിന് ബുദ്ധിമുട്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കായിട്ട് ഒന്നുമില്ല, എല്ലാം ഗോവിന്ദന്റെ. അന്ന് ഒരു കാര്യം ചെയ്യാം, ആ ഗോവിന്ദനെ അങ്ങ് തീർത്ത് കളഞ്ഞാരെ പിന്നെ ആ പണം കൈകാനുള്ള അവകാശം ആർക്കാ വരുന്നത്? രാധയ്ക്കല്ലേ. പിന്നെ എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കും. ദേ അനാർക്കലി, നീ ആയതുകൊണ്ട് പറഞ്ഞ് ഞാൻ ക്ഷമിച്ചു, മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ ക്ഷമിക്കത്തില്ല. എന്റെ ഗോവിന്ദന് ഒരു പോറല് പോലും ഏൽക്കുന്ന കാര്യം എനിക്ക് കേൾക്കാൻ പോലും പറ്റത്തില്ല. അറിയാലോ, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, അവന് ഒരു പോറല് പോലും സംഭവിക്കില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാർക്കലി പറഞ്ഞു, ഇതിനേക്കാളും ഭേദം നിന്റെ സ്വന്തം മകൻ തന്നെയാ വരുണ. അവൻ കാരണമല്ലേ 50 ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടിയത്. ഒരു കാര്യം ചെയ്യ, നീ അവനെ ഒന്ന് മണിയടിച്ച് നോക്കാൻ പറയണം. പിന്നെ അവനാ പൈസ തന്ന എങ്ങനെയാന്ന് എനിക്കറിയാം. അവൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു നിനക്ക് പൈസ തരാനായിട്ട്. അവൻ പൈസ തരത്തില്ല എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനിത് വാങ്ങിച്ചു തന്നാന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കയ്യിൽ തെളിവുണ്ടല്ലോ. അവൻ ഭദ്രനെ കുത്തുന്നേ. ആ വീഡിയോസ് ഞാൻ അവന് ഇട്ടുകൊടുത്ത് 2 ഡയലോഗ് പറഞ്ഞാൽ മതി, അവൻ തുള്ളിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും. ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കും. അല്ലെങ്കിൽ അവൻ ജയിലിലാന്ന് ഞാൻ പറയും. എങ്ങനെയുണ്ട്? ഞാൻ അവനെ ഇപ്പൊ തന്നെ വിളിക്കാം, ഒന്ന് ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയണം. അങ്ങനെ വരുണിനെ വിളിക്കാൻ തുടങ്ങുവാണ്. ഈ സമയം ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുക. വിജയലക്ഷ്മി പറഞ്ഞു, ധ്യാനി കാര്യങ്ങളൊന്നും അറിയത്തില്ല, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവള് വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് ധ്യാനോട് അത് വിളിച്ചു പറയാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയാന്ന് പറയണം. ധ്യാനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമേ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. അമ്മയെന്നുള്ള വിളി അത് ഗീതവും വിജയലക്ഷ്മി ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവർ പരസ്പരം നോക്കി. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അല്ല
അമ്മ ഇനിയിപ്പോ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ പോരെന്ന് ചോദിക്കണം. അപ്പോഴാണ് ഗോവിന്ദന് പെട്ടെന്ന് ആ ഒരു ബോധം ഉണ്ടായി, താൻ അമ്മയെന്നാണല്ലോ വിളിച്ചെന്നുള്ള. അത് പിന്നെ രഞ്ജുവിന്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാ. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, ഈ രഞ്ജുവിന്റെ അമ്മ തന്നെയാണല്ലോ കണ്ണേട്ടന്റെ അമ്മ, രണ്ടുപേരും ഒരമ്മ തന്നെയാണല്ലോ എന്ന് പറയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദന് അബദ്ധം മനസ്സിലായി. കാരണം ഇത്ര സമയം നിങ്ങളെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇടയ്ക്ക് എപ്പോഴോ അമ്മയെന്നുള്ള ആ ഒരു വാക്ക് വായിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക. വിജയലക്ഷ്മിയുടെ കണ്ണറിയാതെ നിറഞ്ഞൊഴുകി. ഗീതുവിന് തോന്നി ഇവര് തമ്മിൽ കുറച്ച് സമയം സംസാരിക്കുവാണെങ്കിൽ മനസ്സിലെ മഞ്ഞുരുകി പോവും കണ്ണേട്ടന്റെ മനസ്സിൽ ഇപ്പൊ അമ്മയുടെ അലിവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് ഊർജിതപ്പെടുത്തി മുന്നോട്ട് പോണെങ്കിൽ ഇവര് സംസാരിക്കണം, മനസ്സൊന്ന് സംസാരിക്കണം. അതിന് താൻ ഇടയ്ക്കൊരു തടസ്സമായിട്ട് മാറില്ല. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? ഗീതു ഇങ്ങനെ ആലോചിക്കാം. ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ അതൊക്കെ താൻ ഇവിടെ നിന്ന് മാറിക്കൊടുക്കുക. ഇത് പിന്നീട് കൈയും കലാശവും കാണിക്കുകയാണ് വിജയലക്ഷ്മിനെ. ഞാനേ അവിടെ പുറത്തു പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് വിജയലക്ഷ്മിക്ക് കാര്യം മനസ്സിലായില്ല. നിങ്ങൾ സംസാരിക്കാനൊക്കെ പറയണം. ഓ മനസ്സിലായെന്ന് കാണിക്കണം. പിന്നീട് ഗീതു പറഞ്ഞു ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതു എന്ത് ചെയ്യണം, അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം ഗോവിന്ദ ധ്യാനെ വിളിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ വാഷ്റൂമിലേക്ക് പോണ സമയത്താണ് രാധികയുടെ അടുത്ത് നിന്ന് അനാർക്കലി വാഷ്റൂമിലേക്ക് അങ്ങോട്ട് വരുന്നത്. അപ്പൊ അനാർക്കലി വരുണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരുണിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവനെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ആ വീഡിയോസ്, ബദലിനെ കുത്തുന്ന വീഡിയോസൊക്കെ ഫോണിനകത്തെടുത്ത് അങ്ങ് നടന്നു വരുവാണ്. ഈ രണ്ടുപേരും കൂടെ ഫോൺ നോക്കിക്കൊണ്ട് വന്നുകൊണ്ട് രണ്ടുപേരും മുഖാമുഖം കണ്ടില്ല. രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഗീതു അനാർക്കലിയും കൂടെ. അനാർക്കലിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് ചാടി. പെട്ടെന്ന് ഗീതു അയ്യോ സോറി ഇട്ടോ എന്ന് പറയാണ്. പെട്ടെന്ന് അനാർക്കലി പറഞ്ഞു അയ്യോ ഞാനും കണ്ടില്ല, ഫോൺ നോക്കിക്കൊണ്ട് വന്നാന്ന് പറയണം. രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായില്ല. അനാർക്കലി എന്നുള്ള ഗീതുവിന് മനസ്സിലായില്ല, ഗീതു എന്നുള്ള കാര്യം അനാർക്കലിക്കും മനസ്സിലായില്ല. അനാർക്കലി നിലത്ത് വീണ് ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഗീതു പെട്ടെന്ന് അങ്ങ് എടുക്കുകയാണ്. അപ്പൊ ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് അനാർക്കലി വന്നേ. അങ്ങനെ ഗീതു ആ ഫോൺ അതേവിടെ തന്നെ എടുത്ത് അനാർക്കലിയിലേക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് അനാർക്കലിക്ക് ഒരു ശ്വാസം നേരെ വീണേ. അതെങ്ങാനും നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അനാർക്കലി നോക്കിയപ്പോൾ ആ വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് അതങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്. പിന്നീട് ഗീതു അങ്ങോട്ട് പോവുകയും ചെയ്തു. അനാർക്കലി വാഷ്റൂമിലേക്ക് പോയി. അന്ന് ഗീതു നേരെ വിജയലക്ഷ്മിയും ഗോവിന്ദൊക്കെ ഇരിക്കുന്ന റൂമിലേക്ക് വരുന്ന വഴിക്കാണ് ആ കാഴ്ച കാണുന്നത്. രാധികാമ്മ എവിടെ ഇരിക്കുന്നു. ആഹാ കൊള്ളാലോ, രാധികാമ്മ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇവർക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം തന്നെ. ഇപ്പം അമ്മയും താനും കണ്ണേട്ടനും കൂടെ വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. ഇവരുടെ മുന്നിൽ കൂടി ഒന്ന് ഞെളിഞ്ഞു നിൽക്കണം, ഒന്ന് ഞെളിഞ്ഞു വരണം. അമ്മയുടെ കൈയും പിടിച്ചൊരു വരവ് വരണം. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊട്ടൊരു പണി ഉറപ്പാ. ആ കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് കരുതി ഗീത നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ഗോവിന്ദ് വിജയലക്ഷ്മിയോട് സംസാരിക്കുമായിരുന്നു. ഗോവിന്ദ് പറഞ്ഞു ധ്യാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞോളെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുക. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു അതെ US വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, പക്ഷെ സോഷ്യം കണ്ടുമൊക്കെ പോകണമെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം വിജയലക്ഷ്മി ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞു. അല്ല ഇന്നത്തെ കാലത്ത് ആരെയും ഒന്നും വിശ്വസിച്ച് പോകാനൊന്നും പറ്റില്ല, കാരണം പല ചതികളും ഉണ്ട്, അതൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശമാണ് ഗോവിന്ദ് വിജയലക്ഷ്മിനെ. വിജയലക്ഷ്മിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് വന്നു. ഗീതു വന്നിട്ടുണ്ട് നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കാം. പെട്ടെന്ന് വിജയലക്ഷ്മി ചോദിച്ചു എന്താ എത്ര പെട്ടെന്ന്, കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോൾ നിൽക്കുക ഇപ്പൊ പോണെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു അതെ നിങ്ങള് കച്ചേരി പാടുന്നവരെ കുറിച്ചല്ല, കച്ചേരിയൊക്കെ ആണെങ്കിൽ കൃത്യസമയത്ത് നിർത്തും, പക്ഷെ ഞങ്ങള് ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അങ്ങനെ സമയം കാലമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ടെന്ന് പറയണം. എന്നാൽ ശരി നിങ്ങൾ വിട്ടോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു അയ്യോ അമ്മയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടോ വരുന്നുള്ളെന്ന് പറയാം. അത് പറഞ്ഞാൽ പറ്റില്ല, ഇപ്പൊ വരണോന്ന് പറയണം. ഇങ്ങോട്ട് വാമെന്ന് പറയണം. ഇത് കേട്ട ഗോവിന്ദിച്ച് എങ്ങോട്ട്, അല്ല അത് പിന്നെ നമ്മളെ യാത്രയാക്കാനെങ്കിലും ആ വഴിയിലെങ്കിലും വരണ്ടേ, ആ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും വരാൻ പറയണം. വിജയലക്ഷ്മി പറഞ്ഞു ഞാൻ എന്തിനാ മോളെ വരുന്നതെന്ന് ചോദിക്കുക. ദേ അമ്മ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവസാനം ബലമായിട്ട് കയ്യെ പിടിച്ച് അങ്ങനെ ഒരു കയ്യിൽ ഗോവിന്ദ് ഒരു കൈ വിജയലക്ഷ്മിയായിട്ട് അങ്ങനെ ഗീത അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. അപ്പൊ രാധികാമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗീത അവരുടെ പാസ് ചെയ്ത് പോയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല അയ്യോ രാധികാമ്മയാണല്ലോ ഇരിക്കണേന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദും വിജയലക്ഷ്മി നോക്കുവാണ്. രാധിക ഫോണ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. രാധിക നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവരവിടെ നിൽക്കുന്നു. പെട്ടെന്ന് രാധികയ്ക്ക് ഒരു വെപ്രാളം. ഗോവിന്ദ് പെട്ടെന്ന് അകത്തേക്ക് കയറി വരുവാണ്. വിജയലക്ഷ്മിയും ഗീതവും കൂടെ ആ കൂടെ വന്നു. അല്ല രാധികാമ്മ എന്താ ഇവിടെയെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് ക്ലബ്ബിൽ വന്നായിരുന്നു പറയാം. ക്ലബിലോ? അതെ ക്ലബ്ബിൽ വന്നിട്ട് ഇവിടെ ചില ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി നിന്നാന്ന് പറയാണ്. ആ വെപ്രാളമൊക്കെ വിജയലക്ഷ്മി ശ്രദ്ധിച്ചു. എന്താ രാധികയ്ക്ക് എന്തെങ്കിലും വയ്യായിക ഉണ്ടോന്ന് ചോദിക്കുക. ഒരു വയ്യായിക ഇല്ലെന്ന് പറയാണ്. പിന്നെന്താ മുഖത്തൊരു പരിങ്ങലൊക്കെ? ഒന്നുമില്ലാന്ന് പറയാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു അല്ല എന്നാ ശരിയെന്ന് പറയാണ്. അപ്പോഴേക്കും രാധ ചോദിച്ചു നിങ്ങളെന്താ?
ഞങ്ങളെന്താ അമ്മയും മാനും മരുമകളും കൂടെ ചില ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. ചർച്ചകളൊക്കെ നടത്തി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോവാന്ന് പറയണം. രാധയ്ക്ക് ഇതിൽ പോലെ ഒരു അടി കിട്ടാനില്ല. എന്നിട്ട് ചർച്ചകളൊക്കെ നടത്തി തീരുമാനിച്ചോ? ആ, കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു, ബാക്കി വഴിയെ തീരുമാനിക്കും എന്നൊക്കെ പറയാം. ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി. ഈ സമയം ഗീത പറഞ്ഞു, അതെ കണ്ണേട്ടൻ പോയി, ഇനി ഞങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട് അതാവാന്ന് പറയാണ്. ഇത് കേട്ട രാധിക പറഞ്ഞു, എന്റെ പൊന്നോ ഒന്നുമില്ലേ, ഒന്ന് മഹാമായെ ഒന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗീത പറഞ്ഞു, ഇത് പതിവുള്ളതല്ലോ, ഒരു വെല്ലുവിളി നടത്താറുള്ളതാണല്ലോ, എന്തോ ഒരു ഗൂഢാലോചന ഉണ്ടല്ലോ ഇതിന് പിന്നില്. ആ, എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മിയുടെ കൈ പിടിച്ചോണ്ട് ഗീതു അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അങ്ങോട്ട് അനാർക്കലി വന്നിട്ടുണ്ടായിരുന്നു. അനാർക്കലി വന്നിട്ട് അനാർക്കലി അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ രാധയെ കണ്ണും കലശം കാണിച്ച് ഇങ്ങോട്ട് വരില്ലെന്നുള്ള രീതിയിൽ, കാരണം ഗോവിന്ദൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, വന്ന പ്രശ്നമാണെന്നുള്ള രീതിയിൽ ആ സമയത്ത് അനാർക്കലി അവിടെ മറിഞ്ഞു നിൽക്കുകയോ ചെയ്തേ. അങ്ങനെ അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ഗോവിന്ദ് ബില്ല് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. ബില്ല് കൊടുത്തിട്ട് ഇങ്ങ് തിരിച്ചു പോരുവാണ്. ഈ സമയം അനാർക്കലി നേരെ രാധികയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ അവർ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനുമാണ് രാധികയുടെ അടുത്തേക്ക് വരുന്നത്. രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുവാണ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതവും ഗോവിന്ദും വിജയലക്ഷ്മിയും കൂടെ തിരികെ പോകാനായിട്ട് അതുവഴി പാസ് ചെയ്ത് അങ്ങോട്ട് വരുന്നത്. അവരെ പോയെന്ന് ഓർത്തുണ്ടല്ലോ രാധികയൊക്കെ ഇരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഗോവിന്ദ കാഴ്ച കാണുന്നത്. അനാർക്കലി അങ്ങോട്ട് പോകുന്ന കാണുന്നത്. അനാർക്കലി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുന്നത്. ഒരു നിമിഷം ഗോവിന്ദൻ ഞെട്ടി. അനാർക്കലിയെ കണ്ടതും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദൻ വല്ലാത്തൊരു വെപ്രാളമായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല രാധിക അനാർക്കലിയും തമ്മിൽ ഒരുമിച്ച് കാണുന്നു. അവർ തമ്മിൽ ശത്രുക്കളാന്ന് ഓർത്തായിരുന്നത്. പക്ഷെ അവരങ്ങനെയല്ല എന്നുള്ള കാര്യം ഗോവിന്ദ് തിരിച്ചറിയാം. ഒരു നിമിഷം വിജയലക്ഷ്മി ആ കാഴ്ച കണ്ടു. പെട്ടെന്ന് വിജയലക്ഷ്മിക്കും ഒരു ഞെട്ടലുണ്ടായി. ഇവര് തമ്മിൽ ഇങ്ങനെ നോക്കുന്നതടപ്പ് ഗീതയൊന്നും മനസ്സിലായില്ല. വിജയലക്ഷ്മി പറഞ്ഞു, ആ നിൽക്കുന്ന ആരാന്നറിയാം, അതാണ് അറക്കൽ കുടുംബത്തിലെ ആചരണ ശത്രു അനാർക്കലി. അത് കേട്ടതും ഗീതവും ഞെട്ടി. അപ്പൊ ഇവരുമായിട്ടല്ലേ മുമ്പ് താൻ കൂട്ടിമുട്ടിയത്, തനിക്കറിയില്ലായിരുന്നല്ലോ ഇവരാന്നുള്ള കാര്യം. പെട്ടെന്ന് ഗോവിന്ദ് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിജയലക്ഷ്മി കയ്യിൽ കീറി പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട കണ്ണ, നീ ഇവിടെ നിൽക്കി പോകണ്ടെന്ന് പറയണം. അപ്പോഴേക്കാണ് അനാർക്കലിയും രാധികയും കൂടെ ആ കാഴ്ച കാണുന്നത്. ഗോവിന്ദ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദ് കഥ അങ്ങോട്ട് ചാടിക്കയറി ചെല്ലുവാണ്. ചെന്ന് കഴിയുമ്പോഴത്തേനും രാധിക ഒരു വമ്പ പ്രകടനം തന്നെ നടത്തുവാണ്. രാധിക പെട്ടെന്ന് അനാർക്കലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്താടി കരുതിയത്? എന്റെ ഭർത്താവിനെ ഇല്ലാതായിട്ട് നിനക്ക് സൂചിച്ച് ജീവിക്കാൻ പറ്റുമെന്നോ? നിന്നെ ഞാൻ വെറുതെ വിടുത്തിടി, നിന്നെ ഞാൻ കൊല്ലൂന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം കാഴ്ച വെക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി ഗീതുവിനെ നോക്കി. പിന്നീട് കണ്ണീർ കാണിച്ചു വെറുതെയാന്നുള്ള രീതിയിൽ ഗീതുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് വലിയ പ്രകടനം നടത്തിയതിന് ശേഷം ഗോവിന്ദന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, കണ്ടില്ലേ നിന്റെ അച്ഛനെ ഇല്ലാതാക്കിയതാ ഇവളെ വെറുതെ വിടല, ഇവളെ ഈ സമയം തീർക്കണമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് ഗോവിന്ദന്റെ അടുത്ത് നിന്ന് ഗോവിന്ദന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുവാണ്. പിന്നീട് പറഞ്ഞു, പറകണ്ണ, ഇവളെ ഈ നിമിഷം തന്നെ തീർത്തേക്കട്ടെ എന്ന് ചോദിച്ചു ഗോവിന്ദൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. പെട്ടെന്ന് ഗോവിന്ദ് രാധികാമ്മനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് പറഞ്ഞു, രാധികാമ്മയ്ക്ക് ഇവരെ കൊല്ലണം എന്നല്ലേ പറഞ്ഞേ, ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിയതല്ലേ ഇവരെ കൊല്ലാം, ഞാൻ ആയുധം തരാം, രാധികാമ്മ അങ്ങോട്ട് കൊല്ലാൻ പറയണം. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രാധികാമ്മ ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.